പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂൺ 21, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഓരോ ദിവസവും നിരവധി ഇൻഫോർമേഷൻസ് ആണ് ലഭിക്കുന്നത്. അതായത് പത്രങ്ങൾ വഴി, ക്ലാസ്സുകൾ വഴി, പുസ്തകങ്ങൾ വഴി പല രീതിയിൽ നമുക്ക് ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നോളജാണ്. ആ അറിവാണ് നമുക്ക് എപ്പോഴും ഓരോ പരീക്ഷകളും സഹായിക്കുന്നത്. അപ്പോൾ നമുക്കെന്താ വേണ്ടത്? നമ്മൾ ആ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള നമ്മുടെ ആകാംക്ഷയും അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിനുവേണ്ടി വേണ്ടതെന്താണ്? സമയമാണ്. അപ്പം സമയം കണ്ടെത്തൂ, തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ഇന്ന് ജൂൺ 21, ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേരളത്തിലെ പുതിയ പട്ടികവർഗ പട്ടികജാതി പിന്നോക്ക വിഭാഗ മന്ത്രി ആരാണ്? OR കേളു കേരളത്തിലെ പുതിയ മന്ത്രിയാണ്. ഇത് ഷെഡ്യൂൾ ട്രൈബ്സ്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ് മിനിസ്റ്റർ ആയിട്ടുള്ള OR കേളു. ഇപ്പോഴത്തെ മിനിസ്റ്റർ ആയിരുന്ന കെ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് പകരമാണ് മാനന്തവാടി MLA ആയിട്ടുള്ള OR കേളു ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. ആലത്തൂർ ലോക്സഭയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ അദ്ദേഹം വിജയിച്ചു. ഈ പ്രാവശ്യത്തെ 18ാമത്തെ ലോക്സഭയിലേക്ക് MLA ആയിരുന്ന കെ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ മന്ത്രിയായിരുന്ന മിനിസ്റ്റർ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസിന്റെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ MP ആയപ്പോൾ ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ മാനന്തവാടി MLA OR കേളു ഈ ഒരു സ്ഥാനത്തേക്ക്, അതായത് മിനിസ്റ്റർ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസിന്റെ മന്ത്രിയാകുന്നത്. കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന മറ്റു ചില വകുപ്പുകൾ, അതായത് പാർലമെന്ററി അഫയേഴ്സ്, ദേവസ്വം പോർട്ട്ഫോളിയോ എന്നിവയെല്ലാം MP രാജേഷും VN വാസവൻ മന്ത്രിമാർ, ഈ രണ്ട് മന്ത്രിമാർ ഏറ്റെടുക്കുകയാണ്. 54 വയസ്സുള്ള OR കേളു അദ്ദേഹം ഷെഡ്യൂൾ ട്രൈബ്സിലുള്ള കുറിച്യ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. വയനാട്ടിലെ കാട്ടിക്കുളത്തുള്ള ഓലഞ്ചേരി എന്ന പ്രദേശത്തുള്ള വ്യക്തിയാണ് OR കേളു. OR കേളു ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കേരളത്തിലെ പുതിയ പട്ടികവർഗ പട്ടികജാതി പിന്നോക്ക വിഭാഗ മന്ത്രി ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള വ്യക്തി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ അധ്യയന വർഷം 1 മുതൽ 5 വരെയുള്ള ക്ലാസുകൾക്ക് എത്ര പ്രവൃത്തി ദിവസങ്ങൾ ആയിരിക്കും? 200 പ്രവൃത്തി ദിനങ്ങൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് ക്ലാസ് 1 മുതൽ 5 വരെയുള്ള അക്കാഡമിക് ഇയർ, അതായത് ഈ വർഷത്തെ അക്കാഡമിക് ഇയറിലെ 200 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കുമെന്ന് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ജനറൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള V ശിവൻകുട്ടിയാണ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം അറിയിച്ചു. അതായത് ഇന്നലെ ജൂൺ 20-ാം തീയതി കേരളത്തിലെ ക്ലാസ് 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ 200 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് 800 വർക്കിംഗ് ഹവേഴ്സ്, 200 വർക്കിംഗ് ഡേയ്സ് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം. ഈ വർഷത്തെ അധ്യയന വർഷത്തിൽ 220 ദിവസമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുള്ളതും. എന്നാൽ അതിനെതിരെയായിട്ടുള്ള ഒരു ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നീക്കത്തെ തുടർന്നാണ് ഇപ്പോൾ അത് വീണ്ടും വെട്ടിക്കുറച്ചുകൊണ്ട് 200 ദിവസമായിട്ട് മാറ്റിയിട്ടുള്ളത്. 2024 ജൂൺ 20-ന് 18ാം ലോകസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ആരെയാണ് നിയമിച്ചത്? ഭർത്തഹരി മഹ്താബ്. ഒഡീഷയിലുള്ള കട്ടക് കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് വിജയിച്ചിട്ടുള്ള BJPയുടെ മെമ്പർ ആയിട്ടുള്ള ഭർത്തഹരി മഹ്താബ് ജൂൺ 20-ന് അദ്ദേഹത്തെ 18ാമത്തെ ലോകസഭയുടെ പ്രോട്ടേം സ്പീക്കറായിട്ട് നിയമിച്ചു. പ്രോട്ടേം സ്പീക്കർ എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമായിട്ടുള്ള ഒരു സ്പീക്കർ സ്ഥാനമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു 2024 ജൂൺ 20-ാം തീയതിയാണ് MP ഭർത്തഹരി മഹ്താബിനെ പ്രോട്ടേം സ്പീക്കർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 95 ക്ലോസ് 1 പ്രകാരമാണ്. 18ാമത്തെ ലോകസഭയുടെ ആദ്യത്തെ സെഷൻ ഇത് ആരംഭിക്കാൻ പോകുന്നത് ജൂൺ 24 മുതൽ ജൂലൈ 3 വരെയാണ്. അതായത് ആദ്യത്തെ സെഷൻ ആണ് 18ാമത്തെ ലോകസഭയുടെ ജൂൺ 24 മുതൽ ജൂൺ 3 വരെ. ഇതിന്റെ പ്രോട്ടേം സ്പീക്കർ ആയിട്ട് എടുത്തിട്ടുള്ളത് MP ആയിട്ടുള്ള ഭർത്തഹരി മഹ്താബിനെയാണ്. വധവൻ തുറമുഖത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഏത് സംസ്ഥാനത്താണ് ഇത് നിർമ്മിക്കുക? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ പുതിയൊരു തുറമുഖം വരാൻ പോവുകയാണ്. ഈ തുറമുഖത്തിന്റെ പേരാണ് വധവൻ തുറമുഖം. യൂണിയൻ ക്യാബിനറ്റ് ഇതിനുവേണ്ടി അപ്രൂവൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ ആഴത്തിലുള്ള ഒരു തുറമുഖമായിരിക്കുള്ളൂ. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന 10 തുറമുഖങ്ങളിൽ ഒന്നായിട്ട് മാറാൻ പോകുന്ന ഒരു തുറമുഖമായിരിക്കുള്ളൂ വധവൻ തുറമുഖം. ഈ തുറമുഖം വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാധാന്യം അല്പം കുറയാൻ സാധ്യതയുണ്ട്. ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി JNPAയും മഹാരാഷ്ട്ര മാരിടൈം ബോർഡ് MMB, ഈ 2 ഓർഗനൈസേഷൻസ് ഒരുമിച്ചാണ്
ഡിസൈൻ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ നിർമ്മിക്കാൻ പോകുന്നത് 76,220 കോടി രൂപയാണ് ഇതിന്റെ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ്. 2 ഫേസുകളായിട്ടാണ് പൂർത്തിയാക്കാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ഫേസ് 2029-ലും രണ്ടാമത്തെ ഫേസ് 2037-ലും ആയിരിക്കുള്ളൂ പൂർത്തീകരിക്കുക. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ 24,000 TEU കണ്ടെയ്നേഴ്സ് അതിനെ വഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കപ്പലുകൾക്ക് പോലും ബദവൻ പോർട്ടിൽ വരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പോർട്ട് ആയിരിക്കുള്ളൂ. 1000 മീറ്ററിന്റെ 10 ടെർമിനൽസ് ആയിരിക്കുള്ളൂ ഈ ഒരു പോർട്ടിൽ വരാൻ പോകുന്നത്. 24,000 TEU എന്ന് പറഞ്ഞാൽ അതായത് ഒരു കണ്ടെയ്നർ 20 അടി നീളത്തിലുള്ള ഒരു കണ്ടെയ്നർ, അങ്ങനത്തെ 24,000 കണ്ടെയ്നേഴ്സിനെ വഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഷിപ്പുകൾ, ആ ഷിപ്പുകൾ ബദവൻ പോർട്ടിൽ എത്തും. ഇത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന 10 തുറമുഖങ്ങളിൽ ഒരു തുറമുഖമായിട്ട് മാറാൻ സാധിക്കുന്ന ഒന്നാണ് ബദവൻ പോർട്ട്. 2024-ലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം എന്താണ്? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2024-ലെ അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന് ആചരിക്കുകയാണ്. ഇതിന്റെ തീം ആണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. എല്ലാ വർഷവും ജൂൺ 21, അതായത് ഇന്ന് ഈ ദിവസം ആഘോഷിക്കുകയാണ്. യോഗ പരിശീലനത്തിലെ വിവിധ ഗുണങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ആഗോള വേദിയായിട്ട് പ്രവർത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഉത്തരാർദ്ധഗോളത്തിലെ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ദിവസമാണ് ജൂൺ 21. ഈ ഒരു ദിവസമാണ് വേൾഡ് യോഗ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ ഒരു ദിവസം പ്രകാശത്തിന്റെ പ്രാധാന്യത്തെയും ദക്ഷിണായനത്തിലേക്കുള്ള പരിവർത്തനത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്റർനാഷണൽ യോഗ ഡേ ഇതിന്റെ തുടക്കം കുറിക്കുന്നത് ശ്രീനഗറിലെ ദാൽ ലേക്കിൽ വെച്ചാണ്. കഴിഞ്ഞ വർഷം 2023-ൽ യോഗ ഡേ അദ്ദേഹം ആഘോഷിച്ചിട്ടുള്ളത് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നു. അടുത്ത നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ മേധാവി ആരായിരിക്കും? മാർക്ക് റൂട്ടെ. ഡച്ച് പ്രൈം മിനിസ്റ്റർ മാർക്ക് റൂട്ടെയാണ് അടുത്ത നാറ്റോന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് എതിരെ മത്സരിക്കാൻ നിന്നിട്ടുള്ള റൊമാനിയൻ പ്രസിഡന്റ് ക്ലോസ് റൊഹാനിസ് അദ്ദേഹം പിൻവാങ്ങുകയാണ്. അതിലൂടെ ഡച്ച് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് റൂട്ടെ നാറ്റോന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കും. ഈ വരുന്ന ഒക്ടോബറിലാണ് ഇപ്പോഴത്തെ നാറ്റോയുടെ മേധാവിയായിട്ടുള്ള ജെൻസ് സ്റ്റോൾട്ടൻബർഗ് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് ഡച്ച് പ്രൈം മിനിസ്റ്റർ മാർക്ക് റൂട്ടെ വരാൻ പോകുന്നത്. ഇന്നിപ്പോൾ നാറ്റോയിൽ 32 മെമ്പേഴ്സ് ആണുള്ളത്. അതായത് 30 യൂറോപ്യൻ രാജ്യങ്ങളും 2 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളും. ഈ ചിത്രത്തിൽ കാണുന്ന ലോഗോ ഇത് നാറ്റോന്റെ ലോഗോ ആണ്. ഇന്നലെ ജൂൺ 20 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത നളന്ദ സർവകലാശാല ഏത് സംസ്ഥാനത്താണ്? ഇതിന്റെ ഉത്തരം ബീഹാർ. ബീഹാറിലാണ് നളന്ദ യൂണിവേഴ്സിറ്റി. ബീഹാറിലെ പാടലിപുത്രയ്ക്കടുത്ത് ഏതാണ്ട് 90 കിലോമീറ്റർ അകലെയായിട്ട് രാജഗൃഹ എന്ന സ്ഥലത്താണ് നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റി 3-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. 2016 ജൂലൈ 15-ന് നളന്ദ യൂണിവേഴ്സിറ്റിയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരളത്തിലെ പുതിയ പട്ടികവർഗ പട്ടികജാതി പിന്നോക്ക വിഭാഗ മന്ത്രി ആരാണ്? OR കേളു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ അധ്യയന വർഷം 1 മുതൽ 5 വരെയുള്ള ക്ലാസുകൾക്ക് എത്ര പ്രവൃത്തി ദിവസങ്ങൾ ആയിരിക്കും? 200 പ്രവൃത്തി ദിനങ്ങൾ. 2024 ജൂൺ 20-ന് 18-ാം ലോകസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ആരെയാണ് നിയമിച്ചത്? ഭർത്തഹരി മഹ്താബ്. ബദവൻ തുറമുഖത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഏത് സംസ്ഥാനത്താണ് ഇത് നിർമ്മിക്കുക? മഹാരാഷ്ട്ര. 2024-ലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം എന്താണ്? സ്വയത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ, അതായത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അടുത്ത നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ മേധാവി ആരായിരിക്കും? മാർക്ക് റൂട്ടെ. ഇന്ന് ജൂൺ 21. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, സിക്കിൾ കോശ രോഗത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഏത് ദിവസമാണ് ലോക സിക്കിൾ ദിനം ആചരിക്കുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും.
ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.